വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിൽ 26 കിലോ സ്വർണവുമായി മുൻ മാനേജർ മുങ്ങിയതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. തമിഴ്നാട് മേട്ടുപ്പാളയം പാത്തി സ്ട്രീറ്റ് സ്വദേശി മധു ജയകുമാറിനെതിരെയാണ് പരാതി. ബാങ്കിലെ പണയ സ്വർണത്തിന് പകരം സമാനമായ മുക്കുപണ്ടം വെച്ചാണ് മുൻ മാനേജർ സ്വർണം കവർന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എം രാകേഷ് ഉണ്ട് വടകരയിൽ നിന്ന് വിവരങ്ങളുമായി. രാകേഷ്, എത്ര സ്വർണം തട്ടിയിട്ടുണ്ട് എന്ന് പോലും ബാങ്ക് അധികൃതർ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? ഇയാൾക്കായുള്ള അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? വിനീത, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനായി വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. വടകര SHO സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. നേരത്തെ തന്നെ നമ്മൾ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. പാലാരിവട്ടമാണ് കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ പ്രധാന ആസ്ഥാനം എന്ന് പറയുന്നത്. അവിടെയുള്ള അധികൃതർ പോലും ഇതുമായി ബന്ധപ്പെട്ട് എത്ര കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ബാങ്കിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് പ്രതികരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ വടകര ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ടിരുന്നു. വടകര ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മധു ജയകുമാർ ഒളിവിലാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഏകദേശം 26 കിലോഗ്രാമിലധികം സ്വർണ്ണമുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഉപഭോക്താക്കൾ ബാങ്കിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഉപഭോക്താക്കൾക്ക് പേടിക്കേണ്ടുന്ന യാതൊരു സാഹചര്യവുമില്ലെന്നാണ് നിലവിലെ മാനേജർ അറിയിച്ചിട്ടുള്ളത്. ശരി, ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. 26 കിലോ സ്വർണം തട്ടിയെടുത്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ എന്ന് തന്നെയാണ് എം രാകേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.